ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വർമാസ് രുചി വേണ്ട. കഴിഞ്ഞ ദിവസം നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിയുടെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റെസിപ്പി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് കൂട്ടുകാരുടെ ഫീഡ്ബാക്സ് ഒക്കെ കിട്ടി. കൊതിപ്പിക്കല്ലേ, മാമ്പഴക്കാലം മിസ് ചെയ്യുന്നു, ഈ മാമ്പഴക്കാലത്ത് വീട്ടിലെത്താൻ പറ്റാത്ത കാരണം മാമ്പഴപ്പുളിശ്ശേരി ഒന്നും കൂട്ടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള നമ്മുടെ കൂട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ് ഇടുന്നത്. എങ്ങനെയാണ് മാമ്പഴം കേടുകൂടാണ്ട് 6 മാസം വരെ സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സാധാരണയായിട്ട് നാട്ടുമാങ്ങകളാണ് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത്. അതിൽ തന്നെ ചന്ദ്രക്കാരൻ മാങ്ങയൊക്കെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇനി അങ്ങനെ ഒരു മാങ്ങ നിങ്ങൾക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് നാട്ടുമാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൂക്ഷിച്ച് വയ്ക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് 6 മാസം വരെ ഇങ്ങനെ മാങ്ങ കേടുകൂടാണ്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. മാത്രമല്ല, മാങ്ങ ഇല്ലാത്ത സീസണിലും ഒരു ഓണക്കാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ അവസരങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ വീട്ടിലെത്തുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ വീട്ടുകാരോടൊക്കെ പറഞ്ഞാൽ മതി, മാമ്പഴമൊന്നും വേസ്റ്റ് ചെയ്ത് കളയേണ്ട, മാമ്പഴമൊക്കെ എടുത്ത് ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് മാമ്പഴം കേടുകൂടാണ്ട് 6 മാസം വരെ സൂക്ഷിച്ച് വയ്ക്കുക. ഞാൻ ഇവിടെ ഏകദേശം ഒരു 4 കിലോളം ചന്ദ്രക്കാരൻ മാങ്ങയാണ് എടുത്ത് വെച്ചേക്കണത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലി എങ്ങനെ കളഞ്ഞെടുക്കുക എന്നുള്ളത് മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പിയിൽ കാണിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം അതെങ്ങനെയാണ് തൊലി കളഞ്ഞെടുക്കണേ എന്നുള്ളത്. ഇത് നമ്മൾ ഈ മാങ്ങ എങ്ങനെയാണ് തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഞെട്ടി നമ്മൾ പതുക്കെ കത്തി കൊണ്ട് ചെത്തുക. അതിനുശേഷം നമുക്ക് ഇത് കൈകൊണ്ട് തന്നെ തൊലി വലിച്ച് കളയാവുന്നതാണ്. മാമ്പഴപ്പുളിശ്ശേരിക്ക് നമ്മളിങ്ങനെ തൊലി ചീന്തിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം മുഴുവൻ മാങ്ങയോട് കൂടിയിട്ട് വേണം പുളിശ്ശേരി വയ്ക്കാനായിട്ട്. നമ്മുടെ മാങ്ങയൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞു. ഏകദേശം 45 മാങ്ങയോളം ഉണ്ടത്. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം. ഇപ്പോൾ നമ്മൾ ഈ മാമ്പഴം ഒന്ന് കേടുവരാണ്ട് സൂക്ഷിച്ച് വയ്ക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലും പൊടികൾ, ഉപ്പോ പുളിയോ എന്തെങ്കിലും കൂടുതൽ കുറവൊക്കെ ഉണ്ടെങ്കിൽ, എരിവൊക്കെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കൂട്ടാൻ വയ്ക്കുന്ന സമയത്ത് പച്ചമുളകും നാളികേരം കൂടി അരച്ച് കൂട്ടും. ആ സമയത്ത് നമുക്ക് എരിവൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് എങ്ങനെയാണ് പൊടികൾ ചേർക്കണേ എന്നുള്ളത് കാണിച്ചു തരാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കണത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കാൻ പോണത്. പിന്നെ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടാൻ വയ്ക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വേപ്പിലയും കൂടി നമുക്ക് ചേർക്കാം. ഇനി 1/2 ലിറ്റർ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാമ്പഴം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. മാമ്പഴത്തിന് അധികം വേവൊന്നുമില്ല, അതുകൊണ്ട് വെള്ളം വറ്റണമെന്ന് ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റ് മതിയാവും ഈ മാമ്പഴം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് കുറച്ച് ശർക്കര പാവ് കാച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ വെള്ളം വറ്റിയതിന് ശേഷം ഈ ശർക്കര പാവിൽ ഒന്ന് വിളയിച്ചിട്ടെടുക്കണം. ഞാൻ ഇവിടെ ഒരു 150 ഗ്രാമാണ് ശർക്കര എടുത്താക്കുന്നത്. ഭയങ്കര മധുരമുള്ള മാങ്ങയാണ് ചന്ദ്രക്കാരൻ മാങ്ങ, അതുകൊണ്ടാണ് ഞാൻ ശർക്കരയുടെ അളവ് കുറച്ചത്. അപ്പോൾ നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും നാട്ടുമാങ്ങ നല്ല പുള്ളിയുള്ളതൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ശർക്കര കൂടുതൽ ഉപയോഗിക്കാം. നമ്മൾ ഈ ശർക്കരയിൽ വെള്ളം വറ്റിയതിന് ശേഷം ശർക്കരയിൽ ഒന്ന് വിളയിച്ച് വെക്കുമ്പോഴാണ് മാങ്ങ കേടുകൂടാണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് മധുരം കുറവാണെങ്കിൽ മാമ്പഴപ്പുളിശ്ശേരി വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മാങ്ങയുടെ പുളിയുടെ പാകത്തിനനുസരിച്ചിട്ട് ശർക്കര എടുക്കുക. ഇത് നല്ലൊരു മധുരമുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് നമ്മൾ 150 ഗ്രാമാണ് ശർക്കര എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് പാവ് കാച്ചിട്ടെടുക്കാം. ശർക്കര പാവ് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് മാങ്ങയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. മാങ്ങ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. നമുക്കിതിലേക്ക് ശർക്കരപ്പാവ് ചേർത്തിട്ട് ഒന്ന് വിളയിച്ചിട്ടെടുക്കാം. വെള്ളമൊക്കെ ഒരു ഇതും വറ്റി തുടങ്ങി. നമുക്കിപ്പോൾ ശർക്കരപ്പാവ് കൂട്ടാൻ പാകമായിട്ടുള്ളത്. ഫ്ലെയിം ചെറുതായിട്ട് താത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ശർക്കരപ്പാവ് ചേർത്തെടുക്കാം. നമുക്ക് ഈ പാവിൽ മാങ്ങി ഒന്ന് ചെറുതായിട്ട് വരട്ടിയെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ട് ശർക്കരപ്പാവിൽ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ഇത് ചൂടാറാനായിട്ട് വെക്കാം.
ചൂടാറിയതിന് ശേഷം ഒന്നില്ലെങ്കിൽ സീൽഡ് കവറിൽ അല്ലെങ്കിൽ കുപ്പിയിൽ നമുക്കിതെടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു കാര്യം ഒന്നും കൂടി പറയാനുള്ളത്, മധുരം നോക്കിയതിന് ശേഷം മാത്രം അതിൽ രണ്ടാമത് മധുരം ചേർക്കുക. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല മധുരമുള്ള തേൻ മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 150 ഗ്രാം ശർക്കരയും കൂടി കൂട്ടിയപ്പോൾ ഇനി ഇതിൽ വേറെ ശർക്കരയൊന്നും കൂട്ടേണ്ട വരില്ല നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട്. നിങ്ങളെടുക്കുന്ന മാങ്ങ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മധുരം ചേർക്കുന്നത്. ഇനി നമുക്കിത് നേരെ ഫ്രീസറിലേക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അതിനൊരു അരമണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെക്കുക. നോർമൽ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇളം ചൂടുവെള്ളത്തേക്ക് ഈ മാമ്പഴം ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ എന്താണ് എരിവോ അല്ലെങ്കിൽ മധുരം എന്തൊക്കെ കുറവ് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് പൊടികളൊക്കെ ചേർക്കാവുന്നതാണ്. ചെറിയ എരിവൊക്കെ കുറവുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് നാളികേരം അരയ്ക്കുമ്പോൾ മുളകിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മുളകും കുരുമുളകും കൂടിയൊക്കെ അരയ്ക്കുന്ന സമയത്ത്. നമ്മുടെ മാമ്പഴമൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇവിടെ സീൽഡ് കവറുകളിലേക്കാണ് ആക്കിയേക്കണത്. ഓരോ കവറിലും ഒരു 13-14 വെച്ചിട്ടാണ് ആക്കിയേക്കണത്. അപ്പോൾ നമുക്കിതൊരു സൗകര്യമാണ്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കവർ പൊട്ടിച്ച് നമുക്ക് ഉണ്ടാക്കാം. കാരണം ഇത് വളരെ ചെറിയ മാമ്പഴ ആയതുകൊണ്ട് ഒരു 10-12 വേണമല്ലോ ഒരു പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സൗകര്യം കൂടി ഉണ്ട് ഇങ്ങനെ ആക്കിയത്. പിന്നെ ആകെ 10-45 മാമ്പഴമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര അസാധ്യമാണ്, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ അകത്തൊക്കെ പോയി. അപ്പോൾ മാമ്പഴം കൂട്ടാൻ കഴിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ മാമ്പഴം സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മാമ്പഴം ഇല്ലാത്തൊരു സമയത്തും മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ഒരു മാമ്പഴക്കാലത്ത് ഒരുപാട് മാമ്പഴം വേസ്റ്റായിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വേസ്റ്റായിട്ട് പോകണമെന്ന് കുറച്ച് മാമ്പഴമൊക്കെ എടുത്ത് ഇങ്ങനെ എല്ലാവരും സൂക്ഷിച്ച് വയ്ക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ മറ്റൊരു റിക്വസ്റ്റാണ്, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.